आइए मनाते हैं भारत की आजादी का अमृत महोत्सव। ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ സംഘാടകരുടെ ക്ഷണമനുസരിച്ച് വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആദരവും സ്നേഹവും നിറഞ്ഞ നമസ്കാരം. കഴിഞ്ഞ തവണത്തെ വിഷയം ധർമ്മമായിരുന്നു. ഇത്തവണത്തെ വിഷയം സംസ്കാരം എന്നതാണ്. ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണ് ധർമ്മം എന്ന വിഷയത്തെ തുടർന്ന് സംസ്കാരം എന്ന വിഷയം എടുക്കാൻ കാരണം. വളരെ ചുരുക്കി ഏതാണ്ട് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി മുതലായ ശാസ്ത്രസംബന്ധ വിഷയങ്ങളെക്കുറിച്ച് അറിയാം. പോകെ ഈ വിഷയങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട വശവും കൂടി വികസിച്ചു. അതോടുകൂടി ഇംഗ്ലീഷിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിശേഷണമുണ്ടായി. ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ഹൈഡ്രോളിക്സ്, അപ്ലൈഡ് ഹൈഡ്രോളിക്സ്, കെമിസ്ട്രി, ബയോ കെമിസ്ട്രി എന്ന നിലയ്ക്കുള്ള അപ്ലൈഡ് കെമിസ്ട്രി. ഈ തരത്തിൽ ആ ശുദ്ധ വിഷയത്തിൻ്റെ കൂടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളതിനെ അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി എന്നെല്ലാം പറഞ്ഞു തുടങ്ങി. ഞാൻ കഴിഞ്ഞ തവണ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരിക്കലും മാറാത്ത ചിരസ്ഥായിയായ മൂല്യങ്ങൾ ആണ് ധർമ്മം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അപ്ലൈഡ് ഫിസിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് പോലെ ധർമ്മ അപ്ലൈഡ് ഇൻ സൊസൈറ്റി, ഇൻഡിവിജ്വലി, കളക്റ്റീവ്ലി ഈസ് കൾച്ചർ. അപ്പോൾ ധർമ്മം ജീവിതവുമായിട്ട് ബന്ധപ്പെടണം. ആ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് അതിനെ കൾച്ചർ എന്ന് പറയണത്. അപ്പോൾ കൾച്ചറിന് ധർമ്മത്തിന് എത്ര വിലയുണ്ട്, മൂല്യമുണ്ട്, അത്രയും തന്നെ മൂല്യം ഈ കൾച്ചറിനുമുണ്ട് അതിന്. പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള ചെറിയ ഒരു തെറ്റിദ്ധാരണ നീക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ധരിക്കുന്നത് കലാപരിപാടികൾ എന്നുള്ളതിന് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയും. ശരിക്കും കൾച്ചറൽ പ്രോഗ്രാംസിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കൾച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ, ആ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എന്നാണ് അതിനർത്ഥം. അതിന്
അതുപോലെ ഗവൺമെൻറ് കൾച്ചറൽ മിഷൻസ് എന്ന് പല ദിക്കിലും അയക്കാറുണ്ട്. ഈ കൾച്ചറൽ മിഷൻസ് എന്ന് പറയുമ്പോൾ അത് ആ ഒഴുക്കിൽ പറഞ്ഞു പോകുന്നൊരു വാക്കാണ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭരണസംബന്ധമായ ഡെലിഗേഷനോ മിഷനോ ആണെങ്കിൽ അതിൽ പൊളിറ്റിക്കൽ മിഷൻ എന്ന് പറയാം. വിദ്യാഭ്യാസ സംബന്ധത്തിനാണ് വല്ല ഇൻ്റർനാഷണൽ സെമിനാർ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എഡ്യൂക്കേഷണൽ മിഷൻ എന്ന് പറയാം. അപ്പോൾ പൊളിറ്റിക്കൽ മിഷൻ അല്ലാത്തത്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡെലിഗേഷൻ അല്ലാത്തത്, സ്പോർട്സിന് വേണ്ടി അല്ലാത്തത്, അപ്പോൾ കൃത്യമായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, അപ്പോൾ മൊത്തത്തിൽ അതിനെ കൾച്ചറൽ മിഷൻ എന്ന് ഇപ്പോൾ പറയുന്നു. ഈ പോകുന്ന ആളുകൾക്ക് അവിടുത്തെ നാട്ടുകാർ നിങ്ങളുടെ കൾച്ചറൽ മിഷനിലെ കൾച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപക്ഷെ അറിയില്ല. അപ്പോൾ ഇപ്പോൾ കൾച്ചറൽ മിഷൻസ് അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന ഉച്ചരിക്കുന്ന സമയത്തെ കൾച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥവും നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന കൾച്ചർ എന്നതിൻ്റെ അർത്ഥവും വ്യത്യസ്തമാണ്. ആദ്യമേ തന്നെ ആ ഗ്രൗണ്ട് ക്ലിയർ ആക്കണം. അതിൽ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ധർമ്മ അപ്ലൈഡ് ഇൻ ഡെയിലി ലൈഫ്, അത് കൾച്ചർ എന്ന് പറയുന്നു. അതെങ്ങനെ? ധർമ്മം എന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു വാല്യൂസാണ്. ആ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ഒട്ടുമില്ല. അതിൽ ഏത് ദിക്കിലെയും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനെയും സംബന്ധിക്കുന്ന മൂല്യങ്ങളാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ സത്യം, ദയ, കരുണ, ശാന്തി, ഈ വക കാര്യങ്ങളെല്ലാം ഈശ്വരവിശ്വാസം ഇല്ലാത്തവന് പോലും അവത്തിൽ ആവശ്യമില്ലേ. അപ്പോൾ ആ ഗുണങ്ങൾ ചിരസ്ഥായിയാണ്. പക്ഷേ അത് ജീവിതവുമായിട്ട് ബന്ധമില്ലേ. ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിനെന്താ അർത്ഥമുള്ളത്? അപ്പോൾ ശരിക്കും ഈ ഗുണങ്ങൾ പ്രൊജക്റ്റഡ് ഇൻ ഡേ ടു ഡേ ലൈഫ് ആവശ്യമാണ്. അപ്പോൾ ആ പ്രൊജക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ പേര് കൾച്ചർ എന്ന് പറയണത്. അതിൽ നല്ല ഗുണങ്ങളായിരിക്കണം. അപ്പോൾ കളവ് എന്നുള്ള ഗുണമാണ് ഒരാളിൽ പ്രൊജക്റ്റഡ് ആവണതെന്നിരിക്കട്ടെ, അയാളുടെ പേര് കള്ളൻ എന്നാണ്, കൾച്ചറല്ല. സത്യം എന്നുള്ള ഗുണം ഒരാളിൽ പ്രൊജക്റ്റഡ് ആണെന്നിരിക്കട്ടെ, അപ്പോഴാണ് സത്യസന്ധൻ. ആ ഗുണം കൾച്ചറിൽ പെടും അതിൽ. അതുപോലെ ഒരാളെ മദ്യപൻ, കുടിയൻ, കുടിക്കുന്നവൻ കുടിയൻ, അതൊരു ഗുണമാണ്. പക്ഷേ അത് കൾച്ചറിൽ പെടില്ല. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൾച്ചറിൽ പെടില്ല. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഹൈലി പോസിറ്റീവ്. അതാണ് ഹൈലി പോസിറ്റീവ്. അതെങ്ങനെ, അത് ഇവോൾവ് ആയത് എങ്ങനെ എന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ കൾച്ചർ എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്ക് സംസ്കാരം അല്ലെങ്കിൽ സംസ്കൃതി, ഈ വാക്കാണ് പറയണത്. ആ വാക്കാണ് ഈ കൾച്ചർ എന്നുള്ളതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറയാം. അതിൻ്റെ എറ്റിമോളജി അല്ലെങ്കിൽ വ്യുത്പത്തി അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഉത്ഭവം അത് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ സ്പഷ്ടമാവും. ഈ വിഷയം അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമ്മുടെ ആക്ഷൻ, ചെയ്യുന്നു, അതിനുള്ള വാക്കാണ് കൃതി എന്നുള്ളത്. ഒരു കവിയുടെ പോയിട്രി അത് അയാളുടെ കൃതിയാണ്, കൃതി അതിൽ. അപ്പം ചെയ്തത് എന്ന് പറയുമ്പോൾ കൃതം എന്ന് പറയുന്നു. ജന്മനാ ചെയ്യുന്നൊരു സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് പ്രകൃതം, അതയാളുടെ പ്രകൃതമാണ് എന്ന് പറയുന്നു.
ആ പ്രകൃതം അനുസരിച്ചിട്ട് പിന്നെ അയാൾ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞിരിക്കട്ടെ, അപ്പോൾ അത് അയാളുടെ സുഹൃതമാണ് എന്ന് പറയുന്നു. സുകൃതം. മൈനസിലേക്ക് പോയിട്ട് മഹാമോശമായിട്ട് പെരുമാറ്റിയെന്നിരിക്കട്ടെ, അപ്പോൾ അത് അയാളുടെ ദുഷ്കൃതം. അപ്പോൾ പ്രകൃതം എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സൈഡിൽ പോകുമ്പോൾ സുകൃതം, അനാശാസ്യ വശത്തിലേക്ക് പോകുമ്പോൾ ദുഷ്കൃതമായി. ഇതുപോലെയാണ് ഈ സംസ്കൃതിയുടെയും കാര്യം. ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് കൃതി എന്ന് പറയണത്. അത് നമുക്ക് നമ്മുടെ മേലെ തന്നെ കൺട്രോൾ ഇല്ല, ജന്മനാ വന്നു പെട്ട ഒരു കൃതിയാണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ ശ്വാസോച്ഛ്വാസം, നിങ്ങളും ഞാനും എന്ത് നിശ്ചയിക്കും? ശ്വാസം വലിക്കില്ല എന്ന് നിശ്ചയിക്കാനും നമുക്ക് കഴിവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രാരബ്ധത്തിലേ ഉള്ള കൃതി, അതിൻ്റെ പേരാണ് പ്രകൃതി എന്ന് പറയണത്. ആ പ്രകൃതി മനുഷ്യനും ഉണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്. അവയ്ക്ക് മേലെ നമുക്ക് കൺട്രോളില്ല. വാസ്തവത്തിൽ പ്രകൃതിക്ക് മേലെ നമുക്ക് കൺട്രോളില്ല. പക്ഷേ ആ പ്രകൃതി നമ്മൾ പെരുമാറുന്ന സമയത്ത് സമൂഹത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാം, സമൂഹത്തിന് ഒരു വെറുപ്പും അറപ്പും ഉണ്ടാകുന്ന വിധത്തിലും പെരുമാറാം. മനുഷ്യന്, മൃഗങ്ങൾക്ക് സാധ്യമല്ല. അതിന് മൃഗങ്ങൾക്ക് പ്രകൃതി മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ ഈ മനുഷ്യനാണ് ഈ സംസ്കൃതി ഉള്ളത്, സംസ്കാരം. അപ്പോൾ ഉദാഹരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം. നമ്മൾ കഴിഞ്ഞ തവണ ആ ശ്ലോകം ഞാൻ പറഞ്ഞു ഇല്ലെന്നറിയില്ല. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, നമ്മുടെ ദർശനങ്ങളിൽ പറഞ്ഞ 4 വാക്കുകളാണ്. ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും ഏതാണ്ട് ഒരുപോലെയാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്നുള്ളത്. അപ്പോൾ നമുക്കും ആഹാരം കഴിക്കണം, മൃഗങ്ങൾക്കും കഴിക്കണം അതിൽ. അപ്പോൾ ഈ ആഹാരം കഴിക്കാമെന്ന് പറയുമ്പോൾ മൃഗങ്ങളെല്ലാവരും ഒരുപോലെ കഴിക്കും, അതിനൊക്കെ നമ്മൾ ചിന്തിക്കണ്ട. പക്ഷേ മനുഷ്യനായ നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൊസൈറ്റി ചിലപ്പോൾ ഇംഗ്ലീഷ് സൊസൈറ്റി ആണെന്നിരിക്കട്ടെ, ചൈനീസ് സൊസൈറ്റി, ഭാരതീയ സൊസൈറ്റി ആണെന്നിരിക്കട്ടെ. ആഹാരം കഴിക്കേണ്ടത് എങ്ങനെയെന്ന് കീഴ്വഴക്കങ്ങളിൽ കൂടിയും കാലാവസ്ഥയിൽ കൂടിയും ഈ പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങൾ കാരണവും ഒരു ക്രമം വികസിച്ചു ഈ ആഹാരം കഴിക്കുന്നതിൽ. അത് വെറും പ്രകൃതി മാത്രമല്ല അതിൽ. അപ്പോൾ ഞാൻ ഭാരതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രമം വലത്തെ കൈകൊണ്ട് കഴിക്കണം എന്നുള്ളതാണ് ആഹാരം. ഇടത്തെ കൈകൊണ്ട് കഴിച്ചാലോ വയറ് നിറയും, ഉള്ളിൽ പോവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലത്തെ കൈകൊണ്ട് കഴിക്കണം എന്ന് പറയുന്നു ആഹാരം. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കണം. സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം അതിൽ ആഹാരം കഴിക്കാൻ നമ്മൾ അടുക്കള എന്ന് ഒന്നുണ്ടാക്കി. അതിൽ ആരെങ്കിലും ഒരു യുക്തിവാദി വാദിക്കാതിരിക്കട്ടെ, ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് ആഹാരം കഴിച്ചാൽ വയറ് നിറയില്ലേ? നിറയും. പക്ഷെ ടോയ്ലറ്റ് ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണോ? അല്ല. അപ്പോൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിലും മനുഷ്യൻ, പ്രത്യേകിച്ചും ഭാരത്, നമ്മൾ എന്ത് ചെയ്തു? വലത്തെ കൈ കൊണ്ട് കഴിക്കണം, അടുക്കളയിൽ വെച്ച് തന്നെ കഴിക്കണം. ഡ്രോയിങ് റൂമിൽ വെച്ചിട്ട് ആഹാരം കഴിക്കേണ്ടതല്ല, അല്ലെങ്കിൽ കോലായിൽ പോയിട്ട് ആഹാരം കഴിക്കേണ്ടതല്ല. അതുപോലെ കുഴച്ച് കഴിക്കുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറയും വിരലിൻ്റെ ഇടയിൽ കൂടി വരാതിരിക്കട്ടെ, കാണുന്ന ആൾക്ക് എന്തോ ചോറ് കാണാത്തവനെ പോലെയായിട്ട് അവൻ കഴിക്കുന്നത് കണ്ടാൽ അപ്പോൾ കുറച്ചൊരു ശാരീരമായിട്ട് കഴിക്കണം. കഴിക്കുന്നത് കണ്ടാൽ തന്നെ ഒരു സന്തോഷം തോന്നണം. അപ്പോൾ ആ തരത്തിൽ കഴിക്കേണ്ടി വരും. അതും മാത്രമല്ല, കേരളത്തിൽ ധാരാളം ഈ വാഴകളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് തൂശനിലയാണ്. അപ്പോൾ ആ തൂശനിലയുടെ തൂശൻ പോലെയുള്ള ഭാഗം ഇടത്തെ ഭാഗമായിരിക്കണം കേരളത്തിൽ. മഹാരാഷ്ട്രയിൽ പോയാൽ നേരെ
എതിർവശത്താണ് അവിടെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ട്യൂഷൻ എടുത്തിട്ട് ആ ഭാഗം ഇടത്തെ ഭാഗത്ത് വെച്ചിട്ട് നല്ലപോലെ വിളമ്പുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ നിശ്ചയിച്ചു ഡ്രയസ്റ്റ് ആയിട്ടുള്ളത് ഒഴുകിപ്പോവാത്ത തരത്തിൽ ഏറ്റവും സ്പേസ് കുറഞ്ഞ ദിക്കിൽ വിളമ്പും. അപ്പോൾ വറുത്തുപ്പേരി, പപ്പടം അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ചാറ് ഡ്രൈ ആണ്, അതൊഴുകിപ്പോവില്ല, അതവിടെ. പിന്നെ ജലാംശം കൂടുതലാകുമ്പോൾ വലത്തെ ഭാഗത്ത് വരും. എന്നിട്ട് ഏറ്റവും നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ മാക്സിമം സ്പേസ് വലത്തെ ഭാഗത്ത് വേണം. അപ്പോൾ അവിടെ ചോറ്, അവിടെ സാമ്പാർ, ഇതായി. അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും ഇതിനൊരു മുറയുണ്ട് എന്ന് പറയും. അപ്പോൾ ആഹാരം നിങ്ങൾക്ക് ഒരു കൊതിയനോ വാപൊളിയനോ കഴിക്കണമോ എങ്ങനെയെങ്കിലും കഴിക്കാം, പക്ഷേ ഇതുപോലെ കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ളവൻ്റേത് എടുത്ത് കളക്കി. കാരണം അതിന് എച്ചിൽ എന്നൊരു വാക്കുണ്ട്. മുഴുവൻ ഭാരതത്തിൽ എച്ചിൽ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഈ എച്ചിൽ എന്ന വാക്ക് ഇടയ്ക്ക് മറ്റുള്ളവൻ്റെ എല്ലയിൽ നിന്ന് എടുക്കരുത് എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ളതെല്ലാം ഒരു ക്രമം വന്നു വാസ്തവത്തിൽ. അപ്പോഴാ പ്രകൃതി എന്ന് പറയുന്നത് ഈ ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതി എന്ന് വന്നു അതിൽ. അപ്പോൾ ആഹാരം തന്നെ നമ്മൾ എടുക്കുമ്പോൾ തട്ടിപ്പറിച്ചെടുത്തു ആഹാരം. അയാൾക്കുള്ളത് ചിലപ്പോൾ ഈ വലിയ വലിയ മീറ്റിങ്സിലൊക്കെ പോകുമ്പോൾ അവിടെ വഴക്കടിക്കും, അടുക്കളയിലൊക്കെ പോയിട്ട് അകപ്പട ഉണ്ടാക്കും. എന്നിട്ട് എടുത്തിട്ടവർ വയ്ക്കും, എടുത്തിട്ട് മനപ്പുറം വയ്ക്കും, ചിലർ രാത്രി പോലും കരുതി വയ്ക്കും. അപ്പോൾ വാസ്തവത്തിൽ അത് ആ വയറ് നിറയ്ക്കേണ്ടതായ പ്രകൃതിയാണെന്നുണ്ടെങ്കിലും അത് വികൃതി ആയിട്ട് മാറി. അപ്പോൾ ആഹാരം എന്നുള്ളൊരൊറ്റ കാര്യം പ്രകൃതി ആണ് അയാളുടെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0. അതിൽ നിന്ന് പ്ലസിലേക്ക് അയാൾ പോകുന്നു, അപ്പോൾ സംസ്കൃതിയായി. മൈനസിലേക്ക് അയാൾ പോകുന്നു, അത് വികൃതിയായി. 0നും വിലയുണ്ട്. അപ്പോൾ ഫ്രം 0 പോയിന്റ് അയാൾ പോസിറ്റീവ് സൈഡ് പ്ലസിലേക്ക് പോകുമ്പോൾ അത് കൾച്ചർ. അയാൾ നെഗറ്റീവ് സൈഡ് വികൃതിയിലേക്ക് പോകുമ്പോൾ അത് പെർവേർഷൻ. ഇതാണ് കൾച്ചർ ആൻഡ് പെർവേർഷൻ. കൾച്ചറിന് ഒരു റിഫൈൻമെൻറ്റ് എന്നും പറയും. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? അതിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി അതിനെ ശുദ്ധമാക്കാം. ഇപ്പോൾ ഞാൻ ഈ പ്രകൃതി വികൃതി എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ റിഫൈനിലേക്ക് വരാം. ആ ഉദാഹരണം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു വഴക്കില്ലാതിരിക്കാനും മനുഷ്യൻ തമ്മിൽ കൊല്ലാതെ ജീവിക്കാനും സുഖിക്കാനും ഉള്ള ഒരു ഏർപ്പാടാണ് കല്യാണം എന്നുള്ളത്. ആ കല്യാണം എന്നുള്ളതിൻ്റെ എസൻസ് സെക്സാണ്, മൈഥുനമാണ്. ഈ മൈഥുനത്തിന് വേണ്ടിയാണ് അൾട്ടിമേറ്റ് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുന്നത്. പക്ഷേ ഈ ബലമുള്ളവൻ നേടണമെന്നുണ്ടെങ്കിൽ ബലമില്ലാത്തവന് കല്യാണമേ കഴിക്കാൻ സാധ്യമല്ലല്ലോ. അയാൾ കല്യാണം കഴിച്ചൊരു സുന്ദരി പെൺകുട്ടിയാണെങ്കിൽ ഇയാളെ പോയി തട്ടിപ്പറിഞ്ഞ് കൊണ്ടുവരും ചെയ്യും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. ഒരു നീതിയും ന്യായവും വേണം. അതുകൊണ്ടൊരു സോഷ്യൽ അറേഞ്ച്മെൻറ്റായി അതിൻ്റെ പേരാണ് കല്യാണം. ശുഭം എന്നർത്ഥം. മംഗളം കണ്ണൂർ ഭാഗത്തൊക്കെ പറയും കല്യാണത്തിന്, ശുഭം എന്നാണ് അതിനർത്ഥം. വാസ്തവത്തിൽ പുരുഷനും സ്ത്രീയും കൂടി എന്താ നടക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ സൊസൈറ്റി വഴക്കില്ലാതിരിക്കാൻ വേണ്ടി എറ്റേർണൽ വാല്യൂസ് അതിനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി. അതെന്ത്? ഞങ്ങളൊക്കെ കൂടി സൊസൈറ്റിയെ കൂടി നിശ്ചയിച്ചു ഈ പുരുഷൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ, എല്ലാവരും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ പെണ്ണിനെ തൊടാൻ മറ്റൊരാൾക്ക് അധികാരമില്ല. ഈ പുരുഷന് മറ്റൊരു പെണ്ണിൻ്റെ അടുക്കൽ പോകാനും അധികാരമില്ല. അപ്പം അവർ രണ്ടുപേരും കൂടി സുഖമായിട്ട് ജീവിച്ചു. അതിൽ ഇനി മൃഗത്തിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ഒരു പശുവിനെ ചവിട്ടാൻ കാളയെ കൊണ്ടുവരും. ഒരു പക്ഷെ കുറേ കഴിഞ്ഞിട്ട് പശു പെറ്റുണ്ടാക്കിയ കാള വലുതായിട്ടായിരിക്കും ആ പശുവിനെ ചവിട്ടാൻ വരുന്നത്.
പക്ഷെ നമുക്ക് വിഷമം തോന്നില്ലല്ലോ. ഏത് കാള ഏത് പശുവിൻ്റെ അടുക്കലും എപ്പോൾ വേണമെങ്കിലും പോവാം. ആ മൃഗത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ അത് പ്രകൃതിയാണ്, നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ മനുഷ്യൻ്റെ ഭാഗത്ത് വരുമ്പോഴോ നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ടാവും. ഇനി അതിൽ തന്നെ നോക്കിക്കോളൂ. അതിൽ തന്നെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. മെയ് മാസം 20 കല്യാണം നിശ്ചയിച്ചു. അപ്പോൾ മെയ് 20 രാത്രി മുതൽ ഭാര്യയും ഭർത്താവും കൂടി എങ്ങനെ പെരുമാറും ബുദ്ധിയുള്ളവനൊക്കെ അറിയാം. എന്ന് വെച്ച് 19 രാത്രി ആ പെരുമാറ്റം ആ യുവാവും യുവതിയും കൂടി നടത്തിയ എന്ത് പറയും? വൃത്തികേട് കാണിച്ചു, സംസാരത്തെ കാണിച്ചു. 24 മണിക്കൂർ വ്യത്യാസം. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്താൽ എന്താ പ്രയോജനം എന്ന് ചോദിച്ചാലും നോ. അപ്പോൾ പ്രകൃതി വാസ്തവത്തിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ പോകണം, നെഗറ്റീവിൽ പോകരുത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് സംസ്കൃതി എന്ന് പറയുമ്പോൾ ഭാവാത്മകമായ സംഗതി, ആർക്കും വഴക്കുണ്ടാവില്ല. സൊസൈറ്റിയിൽ ഒരാനന്ദവും ശാന്തിയും എല്ലാം വേണം. അപ്പോൾ വാസ്തവത്തിൽ ഇതാണ് ധാർമ്മിക ഗുണങ്ങൾ അപ്ലൈഡ് ടു സോഷ്യൽ ലൈഫ്. അതാണ് കൾച്ചർ എന്ന് പറയാൻ കാരണം. അതിന് ഈ ധാർമ്മിക ഗുണങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണൻ വേറെ 2 പേരും പറഞ്ഞിട്ടുണ്ട്. ദൈവീ സമ്പത്തി, ആസുരീ സമ്പത്തി. 16-ാമത്തെ അധ്യായം മുഴുവനും ഈ ചാപ്റ്ററാണ്. ആസുരികമായിട്ടുള്ള ഗുണങ്ങൾ, ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ. ഗുണമെന്ന് വെച്ചാൽ മണം എന്ന് പറയുന്നത് പോലെ നല്ല മണം, ചീത്ത മണം, ചീത്ത ഗുണം ദുർഗുണം, നല്ല ഗുണം സദ്ഗുണം. അപ്പോൾ ദൈവീ സമ്പത്തി, ദൈവിക ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിന്. അപ്പോൾ ഈ ദൈവിക ഗുണങ്ങളെ വികസിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ സംസ്കൃതി. ആസുരിക ഗുണങ്ങളെ ഇതിൽ സംസ്കൃതി അല്ല, അത് ദുരാചാരം, ദുഷ്കൃതി, ദുഷ്കൃതന്മാരുടെ നാശം എന്ന് പറയുമ്പോൾ അവരെ നാശം എന്നാണ് അർത്ഥം. അതിൽ ഞാൻ 2, 3, 4 ഉദാഹരണങ്ങൾ, 26 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ഈ ദൈവീ സമ്പത്തിയിൽ. ദൈവിക ഗുണങ്ങൾ 26 പറഞ്ഞിരിക്കുന്നു. മുതലായ വാദം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് എല്ലാം പറയാൻ പോകുന്നില്ല. അതിൽ ഞാൻ 2, 3 ഗുണങ്ങൾ, ദോഷങ്ങളില്ലാത്ത നൃത്തത്തിൽ പറഞ്ഞ വാക്കുകൾ പറയാം. ഒന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഭയം. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്നാണ് ശ്ലോകം. അഭയം, അഭയം വെച്ചാൽ ഭയമില്ലായ്ക. എനിക്ക് ഭയമില്ലായ്ക എന്നല്ല, അത് മാത്രമല്ല ഞാൻ കാരണം മറ്റുള്ളവനും ഭയമില്ലായ്ക വേണം. നമ്മൾ റെഫ്യൂജി അഭയം പ്രാപിച്ചു എന്ന് പറയുന്നതിന് അയാളുടെ ഭയം തീർക്കാനായിട്ടൊരു കടമ എനിക്കുണ്ട്. കള്ളന്മാർ കൊല്ലാൻ വരുന്നു, അപ്പോൾ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. താൻ ഇവിടെ ഇരുന്നോ, ഞാൻ നോക്കാം. മനുഷ്യൻ്റെ ഗുണമാണത് അഭയം. സത്വസംശുദ്ധി, ജീവിതശുദ്ധി, പ്യൂരിറ്റി ഇൻ ലൈഫ്, അത് കൃഷ്ണൻ പറഞ്ഞ ദൈവിക സമ്പത്തിയാണ്. അതിൽ വളരെ സുന്ദരമായിട്ടൊരു സംഗതി ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിക്കേണ്ടത്, അപൈശുനം എന്നൊരു ഗുണം ഈ 26 എണ്ണത്തിലുണ്ട്. അപൈശുനം എന്ന് വെച്ചാൽ കുശുമ്പ് കുനിഷ്ട് പറയാതിരിക്കുക, അതിൽ കാല് വാരാതിരിക്കുക, തിരുപ്പൻ പണി ചെയ്യാതിരിക്കുക, പരദോഷം പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് പൈശുനം. പിശുനൻ അതില്ലാതിരിക്കുക, അപൈശുനം, അപൈശുനം. അപ്പോൾ വാസ്തവത്തിൽ മറ്റുള്ളവനെ കുറിച്ച് ദോഷം പറയുന്നില്ല, ആരുടെയും കാല് വാരുന്നില്ല. അയാൾ നന്നായി അയാൾ പ്രവർത്തിച്ചു, എനിക്ക് നന്നായി ഞാൻ പ്രവർത്തിക്കും. ഈ ഗുണം ഹൈലി പോസിറ്റീവ്. അപൈശുനം അത് ദൈവീ സമ്പത്തിയാണ്. അതിൽ അക്രോധം അത് ദൈവീ സമ്പത്തിയാണ്. ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. ഋജു ചില സ്ട്രെയിറ്റ് വരാം, ഋജു അതിൻ്റെ അഡ്ജക്റ്റീവൽ നൗണാണ് ആർജവം. അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ്, മുഖം നോക്കി ഒന്ന് പറഞ്ഞു പിന്നോട്ട് തിരിഞ്ഞ് മറ്റൊന്ന് പറഞ്ഞു, അതല്ല. ശകുനിപ്പണി, മന്ഥരയുടെ പണി, അത് ആർജവമല്ല. അപ്പോൾ മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ ആ മനുഷ്യന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കട്ടെ. അപ്പോൾ ആ പൈശുനം. ദയ, ഭൂതേഷു ദയ, അലോലുപ്ത്വം, ആർത്തി അരുത്. മറ്റുള്ളവൻ്റെ ഗ്രാബിങ് മനസ്സ്,
അത് പാടില്ല. ഈ തരത്തിലുള്ള 26 ഗുണങ്ങളാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണങ്ങൾ വളരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വളരണം, അതിൻ്റെ മെത്തേഡ് എന്ത് എന്ന് പറയുന്നു. മെത്തേഡ്, അതിനൊരു മെത്തഡോളജി വേണ്ടേ. ഈ അബ്സല്യൂട്ട് ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് ആവുമ്പോൾ ഇടയിൽ ആപ്ലിക്കേഷണൽ അറേഞ്ച്മെൻറ്റ് വേണ്ടേ. ആ ആപ്ലിക്കേഷണൽ അറേഞ്ച്മെൻറ്റാണ് വാസ്തവത്തിൽ ആ സൊസൈറ്റിയുടെ മെക്കാനിസം. അത് റിഫൈൻ ചെയ്യാനല്ലേ, റോ പ്രോഡക്റ്റ് റിഫൈൻ ചെയ്യണം. ആ റിഫൈൻ ചെയ്യണമെന്ന് പറയുമ്പോഴെന്താ, വേണ്ടാത്തതെല്ലാം മാറ്റണം, അതിനുള്ളിൽ വേണ്ടതെല്ലാം നിലനിർത്തണം. അതിൽ വേണ്ടാത്തത് മാറ്റലും വേണ്ടത് നിലനിർത്തലും പോഷിപ്പിക്കലും, ഇതാണ് റിഫൈൻമെൻറ്റ്. ആ റിഫൈൻമെൻറ്റാണ് വാസ്തവത്തിൽ സംസ്കാരവൽക്കരണം. യു റിഫൈൻ എ ക്രൂഡ് മാൻ. അതിൽ ഇപ്പം നമ്മൾ സന്യാസിയുടെ അടുക്കൽ പോകുന്നു, ടീച്ചേഴ്സിൻ്റെ അടുക്കൽ പോകുന്നു, സ്കൂളിലൊരു കുട്ടിയെ വിടുന്നു. എന്തിനു വേണ്ടി? കുട്ടിക്കാലത്ത് എല്ലാവർക്കും, നമുക്കാണെങ്കിലും ബീജരൂപത്തിൽ ഈ ആസുരിക ദൈവിക ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നവരോട്, അതിന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചാലും, കുട്ടിക്കാലത്ത്, വളരെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കിയ പലഹാരം കട്ടെടുക്കാത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇല്ലേ? ഞാനുണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ടാവില്ലേ? അപ്പോൾ അത് കള്ളത്തരെന്ന് പറയുമ്പോൾ കക്കാനുള്ള ഒരു ദുർഗുണവും ദൈവം തന്നെ നമ്മളിൽ ഇട്ടത് കൊണ്ടല്ലേ കൃഷ്ണൻ തന്നെ വെണ്ണ കട്ടത്. പക്ഷേ ആ ഗുണം ജീവിതത്തിൽ എവിടെയോ വെച്ചിട്ട് നശിപ്പിക്കണം. എവിടെ ആ അങ്ങനെ ഇത് പോകെ എവിടെ വെച്ചിട്ട് ആ ദുർഗുണം ഇല്ലാതാക്കണം. ചിലപ്പോൾ പേടിച്ചിട്ട് കൊച്ചുകുട്ടി അമ്മയോടോ അച്ഛനോടോ ആരും പറയാതെ അവൻ കളവ് പറയും. ആരും പറഞ്ഞാണ് അതിനോട് ഈ കളവ് പറയാൻ? അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്. അപ്പോൾ കള്ളം പറയാന്നുള്ള ദുർഗുണവും പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷേ അത് വളരേണ്ടതാണോ? ഈ അയേൺ ഖനികളിൽ പോകുമ്പോൾ അയേൺ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം കിട്ടുന്ന അയേണാണോ? ഗോൾഡ് മൈൻസിൽ പോയാൽ ഇപ്പം കിട്ടുന്ന ഗോൾഡാണോ? അതിലെ ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ? അപ്പോൾ അത് മുഴുവനും ഇമ്പ്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടി അതിൻ്റെ പ്രയോഗങ്ങൾ അതാത് സയൻസിലുണ്ട്. അതിന് വേണ്ടിയിട്ടല്ല ഈ റിഫൈൻമാൻ. അപ്പോൾ ഒരു മനുഷ്യനെ പ്രകൃതിയുള്ള ഗുണങ്ങളിൽ നിന്ന് റീഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ബിക്കംസ് എ ഫൈൻ പ്രോഡക്റ്റ് ഓഫ് ദി സൊസൈറ്റി. അതിന് റീഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവണം. അപ്പോഴേ കൾച്ചർ വളരും അവിടെ. അതുകൊണ്ട് കൾച്ചറിനെ കുറിച്ച് പറയണത് വാസ്തവത്തിൽ ഈ സംസ്കാരം പഠിപ്പിക്കാൻ സാധ്യമല്ല, അത് പകർന്നു കൊടുക്കാനേ സാധിക്കുള്ളൂ. അതിന് കൾച്ചർ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ക്യാൻ ഓൺലി ബി ഇംപാർട്ടഡ്. ഇതാണ്, നിങ്ങൾക്ക് സത്യം പഠിപ്പിക്കാൻ സാധ്യമല്ല, നേരെ മറിച്ച് ആചരിച്ച് പഠിപ്പിക്കാൻ സാധിക്കും അതിന്. അപ്പോൾ സത്യം ആചരിക്കണം, ദയവ് ആചരിക്കണം, ദാനം ആചരിക്കണം. ആചരണത്തിന് കൂടിയിട്ടാണ് ഈ ദൈവിക സമ്പത്തിലുള്ള ഗുണങ്ങൾ വളരുക. ബുദ്ധി മാത്രമല്ല, ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് അവസരങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാവും. ആ അവസരങ്ങൾ നമ്മുടെ സൊസൈറ്റി, അതിനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ കൂടുതൽ പറയാറുണ്ട്. അതിന് മതം ഒരു കാരണമാണ്, സാഹിത്യം മറ്റൊരു കാരണമാണ്, കല മൂന്നാമതൊരു കാരണമാണ്, തീർത്ഥാടനം നാലാമതൊരു കാരണമാണ്, അച്ഛനും അമ്മയും വളർത്തൽ അഞ്ചാമത്തെ കാരണമാണ്, ഗുരുവിൻ്റെ അടുക്കൽ അയക്കുന്നത് ആറാമത്തെ കാരണമാണ്, കൂട്ടുകാർ നല്ല സത്സംഗത്തിൽ പോകുന്നത്, ഈ വക കാര്യങ്ങളിൽ പോകുമ്പോൾ ആ കാരണം കൊണ്ട് ഇയാളുടെ ഈ ചീത്ത വശങ്ങളൊക്കെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞു പോകും അതിന്. അതുകൊണ്ടാണ് കൾച്ചർ പഠിപ്പിക്കേണ്ടതല്ല, നേരെ മറിച്ച് പകർന്നു കൊടുക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം.
ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. തീർത്ഥസ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പണ്ട് നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. നമ്മൾ അങ്ങനെ പോകുമ്പോൾ പിച്ചക്കാർ സൈഡിലിരിക്കും. പിച്ചക്കാർ സൈഡിലിരിക്കുമ്പോൾ അമ്മയോ അച്ഛനോ ചെറിയ ചെറിയ തുട്ട് അവർക്ക് കൊടുക്കും അതിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും കൊടുക്കട്ടെ അച്ഛ എന്ന് ആ മകൻ ചോദിക്കും. നീ കൊടുക്കണ്ടടാ എന്ന് ഏതെങ്കിലും അച്ഛൻ പറയാറുണ്ടോ? അപ്പോൾ അവൻ്റെ കയ്യിലും കൊടുത്തു. അപ്പോൾ അവൻ്റെ ബുദ്ധി തെളിയുമ്പോൾ തന്നെ ദാനം എന്നുള്ളത് അവന് മനസ്സിലാക്കി. ദാനം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ കൊടുക്കുന്നു, അമ്മ കൊടുക്കുന്നു, ശനിയാഴ്ച പിച്ചക്കാരൻ വരുന്നു. അതുകൊണ്ട് മുത്തശ്ശൻ കൊടുക്കാൻ നേരത്തെ മുത്തശ്ശന് നടക്കാൻ വയ്യ, മോനെ നീ കൊണ്ടോ കൊടുക്കുമെന്ന് വെച്ചിട്ട് 2 രൂപ കൊടുക്കുന്നു. അപ്പം അവൻ്റെ ദാനം എന്ന ഗുണം വളർന്നു. എങ്ങനെ വളർന്നു? പഠിപ്പിച്ചതല്ലല്ലോ, അച്ഛൻ വളർത്തി അതിൽ. ഇതുപോലെ എല്ലാ ഗുണങ്ങളും ചിലപ്പോൾ കുറച്ച് പേടിപ്പിക്കേണ്ടി വരും. സത്യം പറഞ്ഞു, അയ്യോ നീ സത്യം പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അവർക്ക് പേടിയായി. പിന്നെ സത്യം, അതും വാസ്തവത്തിൽ പോസിറ്റിവിസം വളർത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ സാഹിത്യത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാഹിത്യത്തിൽ കൂടിയിട്ട് ഒരു തരത്തിലും ഈ ഷഡ്വൈരങ്ങൾ വളരരുത്. ലോഭം, കാമം, മതം, മത്സരം, ഈ 6 ദുർഗുണങ്ങൾ വളരരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ സംസ്കൃതത്തിൽ ട്രാജഡീസ് ഇല്ലാത്തത്. ഈ ട്രാജഡി ഉള്ളത് നോക്കൂ. ആ ട്രാജഡി ഇപ്പോൾ ഹാംലെറ്റ്, അത് ട്രാജഡിയാണ്. ഹാംലെറ്റിൻ്റെ അച്ഛനെ ക്ലോഡിയസ് കൊന്നു, ക്ലോഡിയസിനെ ഇയാൾ കൊന്നു, ഒഫീലിയയുടെയും മരണമായി. എന്നിട്ട് അവസാനം ഇയാളുടെയും മരണം. 4 or 5 മരണങ്ങൾ. അതുപോലെ മാക്ബത്ത് എടുത്തേക്കും. കഥയെന്ന് നിലയ്ക്ക് ശരി, പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിസം വളരുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ പഴയ സാഹിത്യത്തിൽ ഈ ട്രാജഡീസ് ഇല്ല. എന്തുകൊണ്ടത്? അത് സഹിതം വേണം. ഹിതത്തിന് വേണ്ടിയിട്ടാണത്. ലോകഹിതത്തിന് വേണ്ടിയാണ് സഹിതം സാഹിത്യമായത് അതിൽ. അപ്പോൾ ആകപ്പാടെ ഒരു വലുവലിവ് ചെകുത്താൻ്റെ മോഡലായിട്ട് ഞാൻ തീരാത്ത വിധത്തിൽ ഒരാൾ വളർത്തുണ്ടെങ്കിൽ സാഹിത്യ മാത്രത്തിൽ വരണം. അങ്ങനത്തെ രാമായണം, അങ്ങനത്തെ മഹാഭാരതം. അതുപോലെ ഗുരുകുലം, ഗുരുകുലത്തിൽ കുട്ടികളെ വളർത്തിയിട്ട് പഠിപ്പിക്കുകയാണ്. അഹങ്കാരം പാടില്ല. കുചേലനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും രാജകുലത്തിലാണെങ്കിലും സാധാരണ ദരിദ്രകുലത്തിലാണെങ്കിലും ഒരുമിച്ച് വിറക് വെട്ടാൻ പോകണം, ഒരുമിച്ച് ക്ലേശിക്കണം, ഒരുമിച്ച് മട നനയണം, ഒരുമിച്ച് വിശക്കുന്നുണ്ടെങ്കിൽ അത് സഹിക്കണം. ഈ തരത്തിലൊരു സമരസത ജീവിതത്തിൽ, ഒരു ദയ, അലോലുപത്വം, ഈ പറഞ്ഞ ഗുണങ്ങൾ വളർത്താൻ വേണ്ടി ഒരു ഹൗസ് സർജൻസി പോലെ വാസ്തവത്തിൽ അയാൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിൽ കൂടിയിട്ട് അയാൾ വളരുമ്പോൾ ഈ ഗ്രോസ് ആസ് എ പോസിറ്റീവ് മാൻ, ഈ കൾച്ചറൽ മാൻ. ഇങ്ങനെയാണ് വാസ്തവത്തിൽ കൾച്ചർ വളരുന്നത്. അതെ, അതുകൊണ്ട് മറ്റുള്ളവനെ വേദനിക്കാതിരിക്കലാണ് ഈ അഹിംസ നമ്മൾ പറയുമ്പോൾ. കൊല്ലലില്ല എന്നുള്ളതല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. മനസ്സിന് പോലും ദ്രോഹം സംഭവിക്കാതിരിക്കുക, അതാണ്. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കണം. അപ്പോൾ അവനെയാണ് ശരിക്ക് വശ്യവചസ്, സംസ്കൃത മനുഷ്യൻ, കൾച്ചേർഡ് മാൻ എന്ന് പറയണത്. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ശങ്കരാചാര്യ സ്വാമികളും മണ്ഡന മിശ്രനും തമ്മിൽ വാദം നടക്കുകയാണ്. അപ്പോഴീ വാദത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നിശ്ചയിക്കാനാണ് മണ്ഡന മിശ്രൻ്റെ തന്നെ ഭാര്യ ഭാരതി, അവരാണ് ജഡ്ജി അതിൽ. അപ്പം അവരെ ജഡ്ജിയായിട്ട് സമ്മതിച്ചപ്പോൾ തന്നെയോ ശങ്കരാചാര്യ വിചാരിച്ചില്ലല്ലോ അവരെ ഒരു പാർഷ്യലായിരിക്കും, ഭർത്താവിൻ്റെ കൂടെ നിൽക്കുള്ളൂ, അത് വിചാരിച്ചില്ലല്ലോ. സത്യം ആരുടെ ഭാഗത്തായിരിക്കും? അവിടെ ആയിരിക്കും എൻ്റെ ഭാര്യയും നിൽക്കുന്നത്. ഒരു പക്ഷേ എനിക്കെതിരായിരിക്കാം, ആയിക്കോട്ടെ, സത്യം ജയിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ സ്വന്തം ഭർത്താവ് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇതെനിക്ക് അനുകൂലമാണ്, ഈ ജഡ്ജിയുടെ കോടതിയിൽ എൻ്റെ കേസ് വന്നാൽ ഞാൻ ജയിക്കും, അതായിരുന്നില്ലല്ലോ.
എന്നിട്ട് അവർ 7 ദിവസം വാദം തുടർന്നു എന്നാണ് പറയണത്. പക്ഷെ എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് എങ്ങനെ കൾച്ചേർഡ് വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതിനാണ് ഞാൻ ഈ പറയുന്ന ഉദാഹരണം. അപ്പോൾ ഓരോ ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്ത് വാദം നിർത്തും, എന്നിട്ട് അവർ ഉണ്ണാൻ പോകും. അപ്പോൾ ശങ്കരാചാര്യ സ്വാമിജി ആയതുകൊണ്ട് ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വാക്കല്ല, ഭിക്ഷയ്ക്ക് വരുമെന്ന് പറയണം സന്യാസിയെ നോക്കിയിട്ട്. ഭർത്താവ് സന്യാസിയല്ല, അതുകൊണ്ട് ഭോജനത്തിന് വരൂ എന്ന് പറയണം. അപ്പോൾ ഉടനെ ഭിക്ഷായേ ആഗച്ഛ, ഭോജനാർത്ഥം ആഗച്ഛ എന്ന് പറയണം. ഭോജനത്തിന് വരൂ, ഭിക്ഷയ്ക്ക് വരൂ എന്ന്. അപ്പോൾ 6 ദിവസവും ഈ വാദഗതി അങ്ങനെ പോയപ്പോൾ സ്വാമിജിയെ നോക്കിയിട്ട് ഭിക്ഷയ്ക്ക് പുറപ്പെടാം, ഭർത്താവിനെ നോക്കിയിട്ട് ഉണ്ണാൻ പുറപ്പെടാം എന്നൊക്കെ പറഞ്ഞു. 7ാമത്തെ ദിവസം ഭർത്താവ് തോറ്റു. അപ്പോൾ ആ വിധി പ്രഖ്യാപിക്കണം. പക്ഷേ മുഖം നോക്കിയിട്ട് തോറ്റു എന്ന് പറയണതില്ലേ, തോറ്റു. നമ്മളിപ്പോൾ ഒരു കുട്ടി തോറ്റു എന്നിരിക്കട്ടെ, അവന് മിനിമം മാർക്സ് പോലും കിട്ടിയില്ല, തോറ്റു എന്ന് പറയില്ല, മിനിമം മാർക്സ് കിട്ടിയില്ല അതിൽ. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ സെപ്റ്റംബറിൽ പോവാം, അല്ലെങ്കിൽ പേപ്പർ ടഫായിരുന്നു, അപ്പോൾ ഇവന് തൃപ്തിയായി. ഇത് പറയാൻ എന്താ കാരണം? നീ പോയപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നടാ നീ തോൽക്കുമെന്ന് അത് പറഞ്ഞാലോ അവൻ ആത്മഹത്യ ചെയ്യും. അതിൽ എല്ലാ പരീക്ഷയും ജയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിൽ തോറ്റത് മറ്റുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞത് കേട്ടു, പരീക്ഷ വളരെ ടഫായിരുന്നു എന്ന്. അപ്പോൾ അവൻ അമ്മയെക്കുറിച്ച് സമാധാനമായി. ആ ടൈപ്പ് സംസാരിക്കട്ടെ. അതുകൊണ്ട് ഈ ഭാരതി എന്ന് പറഞ്ഞു വെച്ചാൽ തോറ്റുവെന്ന് ഭർത്താവിനോട് പറയാൻ വേണ്ടിയിട്ട് അന്ന് ആദ്യം ശങ്കരാചാര്യനെ നോക്കിയിട്ട് ഭിക്ഷയ്ക്ക് പുറപ്പെടൂ എന്ന് പറഞ്ഞു. ഭർത്താവിനെ നോക്കിയിട്ട് താങ്കളും ഭിക്ഷയ്ക്ക് പുറപ്പെടൂ എന്ന് പറഞ്ഞു. അതാണ് ജഡ്ജ്മെൻറ്റ്. നോക്ക് എത്ര സുന്ദരമാണെന്ന്. ഭിക്ഷയ്ക്ക് പുറപ്പെടൂ, താങ്കളും ഭിക്ഷയ്ക്ക് പുറപ്പെടൂ, ജഡ്ജ്മെൻറ്റായി. എത്ര സംസ്കാരം വേണം. ഇതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ വാക്കുകൾ വേണം ഉപയോഗിക്കാൻ അതിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, ഇത് മുഴുവനും അത് ഒരു സംസ്കൃതി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും 0-ന് വലത്തെ വശത്ത് പോസിറ്റീവിലേക്ക് നീക്കണം. മറ്റത് പെർവേർഷനായി, വികൃതിയായി. ഇതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വാസ്തവത്തിൽ ഈ റിഫൈനറീസ്, നമ്മുടെ സൊസൈറ്റിയിലെ റിഫൈനറീസ്. അത് സ്വന്തം അച്ഛൻ, സ്വന്തം കുടുംബം, ഗുരുകുലം, അമ്പലങ്ങൾ, തീർത്ഥാലയങ്ങൾ എല്ലാം അതിൽ കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഈ കൾച്ചർ വളരുന്നത്. അതിൽ കൂടിയിട്ടാണ് ഈ വാല്യൂസ് വളരുന്നത്. ചെറിയ ചെറിയ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്. ഈ വിളക്ക് ഊതിക്കെടുത്തത് എന്ന് പറയും. ഊതിയാൽ വായി എച്ചിലായിപ്പോയത്, അഗ്നിയാണത്. അപ്പോൾ കൈകൊണ്ട് അമർത്തിക്കെടുത്തു, ഊതിക്കെടുത്തരുത് എന്ന് പറയും. അപ്പം അതിനർത്ഥം പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ തരത്തിലുള്ള കൾച്ചറാണ് വാസ്തവത്തിൽ മുഴുവനും ഭാരതത്തിൻ്റെ കൾച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എറ്റേർണൽ വാല്യൂസ്, ധാർമ്മിക വാല്യൂസ്. ഇനി മാനുഷിക ധർമ്മം എന്ന് പറയാൻ വേണമെങ്കിൽ ഈ മനുഷ്യത്വത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയൂ. ഈ പറയുന്ന ദയ, പരസഹായം, പരസ്പര സഹായം എന്ത് പറഞ്ഞാലും വിരോധമില്ല. ആ ഗുണങ്ങളെല്ലാം വളർത്തുന്ന അന്തരീക്ഷത്തിലെ സൊസൈറ്റി വളരുമ്പോൾ അത് കൾച്ചർ എന്നായി. അതിൻ്റെ പേരാണ് സംസ്കൃതി എന്ന് പറയുന്നത്. പിന്നെ സംസ്കൃതിയും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുമ്പോൾ സംസ്കൃതി മുഴുവൻ സൊസൈറ്റിയെ സംബന്ധിച്ച് പറയുന്നതാണ്. ആർമി എന്ന് പറയുന്നത് പോലെ ആ സംസ്കൃതി ഓരോരുത്തരിൽ പ്രൊജക്റ്റഡ് ആവണ്ടേ. അൾട്ടിമേറ്റ്ലി മാൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ. സൊസൈറ്റി എന്നുള്ളതൊരു രൂപമാണ്. ഈ സൊസൈറ്റി എന്ന് പറയുന്നതിൽ ഓരോ ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ. അപ്പോൾ സൊസൈറ്റിയുടെ പൊതുവെയുള്ള കൾച്ചർ ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോഴീ സംസ്കൃതി റിഫ്ലക്റ്റഡ് ഇൻ ഇൻഡിവിജ്വൽ, അതാണ് സംസ്കാരം. അതുകൊണ്ട് ഇയാൾക്ക് സംസ്കാരമില്ല എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. ആ സമൂഹത്തിന് സംസ്കാരമില്ല എന്ന് നമ്മൾ പറയാറില്ലല്ലോ. സംസ്കാരമില്ല എന്ന് പറയുമ്പോൾ വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്.
കാരണം സൊസൈറ്റിക്ക് വേണ്ട ഗുണങ്ങൾ മുഴുവനും ഇയാൾക്കില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്കുള്ളിലെ എക്സെപ്ഷനാണ് അയാൾ. ഹീസ് എൻ അൺസോഷ്യൽ മാൻ, ഹീസ് എ സോഷ്യൽ കൾപ്രിറ്റ്. സൊസൈറ്റിക്ക് കൾച്ചറുണ്ട്, ഇയാൾക്കില്ല, മിസ്ഫിറ്റാണ് അയാൾ. അതിൽ അങ്ങനെയുള്ളവർക്ക് സൊസൈറ്റി ചീത്ത പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യഭിചാരി, അത് നോർമൽ ആൾ, നല്ലപോലെ പെരുമാറുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക പേരില്ലല്ലോ. അയാൾ സജ്ജനം എന്ന് സാഹിത്യത്തിൽ എഴുതാം. ഇയാൾ സജ്ജനമാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നല്ലപോലെ പെരുമാറുന്നു, അതാണ് കോമൺ ബിഹേവിയർ. അതിന് പ്രത്യേക പേരില്ല. നേരെ മറിച്ച് അതിന് താളം തെറ്റി പ്രവർത്തിക്കുന്നു, ഇയാൾ വ്യഭിചാരി, അല്ലെങ്കിൽ സ്ത്രീലമ്പടൻ, അല്ലെങ്കിൽ വേശ്യ. നല്ലപോലെ പതിവ്രതയുണ്ട്. അധികം പേരും പതിവ്രത ആയതുകൊണ്ട് എല്ലാവരും പതിവ്രതകളെ എന്ന് സ്ത്രീകളെ അഡ്വൈസ് ചെയ്യാറുണ്ടോ ആരെങ്കിലും? അപ്പോൾ പതിവ്രത എന്നുള്ള കോമൺ ആണ്. അതിന് വിപരീതമായിട്ടുള്ളതിനാണ് വാസ്തവത്തിൽ ഈ പേരുകൾ വന്നിരിക്കുന്നത്. വേശ്യ, വ്യഭിചാരി, തെമ്മാടി, ഈ തരത്തിലെ വാക്കുകൾ. അപ്പോൾ അൺസോഷ്യലായിട്ട് പെരുമാറുമ്പോൾ സൊസൈറ്റിക്കുള്ളിൽ ഒരമർഷം ഉണ്ടാവും. അതിനുള്ള വാക്കുകൾ സൊസൈറ്റി കണ്ടെത്തി. നല്ലതിന് ചിലപ്പോൾ വാക്ക് കണ്ടെത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ചീത്തതിന് വാക്ക് കണ്ടെത്തി. അതിൻ്റെ കാരണം സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ സംസ്കാരരാഹിത്യം എന്നുള്ളത്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഈ സംസ്കാരം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ സംസ്കാരം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രം ഞെളിഞ്ഞിട്ട് പറയാതിരിക്കട്ടെ ഞങ്ങളുടെ സംസ്കാരമാണ് വിശേഷപ്പെട്ടതെന്ന്. ആയിക്കോട്ടെ, പറയാം. പക്ഷേ അവരവർക്ക് അവരവർ സംസ്കാരമുണ്ട്. ആ ഉദാരത നമുക്ക് വാസ്തവത്തിൽ വേണം. അതിനെ നമ്മുടെ അളവുകോൽ വെച്ച് അവരെ അളക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലണ്ടിൽ എവിടെയെങ്കിലും പോയാൽ ചായ ഊതി കുടിക്കണത് അതൊക്കെ നല്ലൊരു കസ്റ്റം മാനേഴ്സ് അല്ല. അവിടെ നമ്മളിവിടെ ചായ വന്നാൽ ഊതി കുടിക്കും, അതവിടെ കുടിക്കരുത്. അവരങ്ങനെയായി. ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചേർന്ന് നിർത്തിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ സംസ്കാരമുണ്ട്. മുസ്ലിംസിൻ്റെ സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടെ സംസ്കാരമുണ്ട്. ഒരു സംസ്കാരത്തെയും വെറുക്കാൻ നമുക്ക് അധികാരമില്ല. നല്ലതാണ് നമ്മുടെ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും വഴക്കടിക്കാൻ ഒരു കാരണമാവരുത്. എല്ലാവരുടെ ഉദ്ദേശം അവരവിടുത്തെ നല്ല പെരുമാറ്റം സൊസൈറ്റിക്കുള്ളിൽ വേണം. അങ്ങനെ പെരുമാറുന്ന ഒരാളായിരിക്കണം അവിടുത്തെ ആണും പെണ്ണും. ഇതാണ്. അപ്പോൾ സംസ്കാരമെന്ന് പറയുമ്പോൾ ഈ തരത്തിൽ ധർമ്മ അപ്ലൈഡ് ഇൻ ഡേ ടു ഡേ ലൈഫ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി. അതാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ സംസ്കാരത്തിനും അവരവരുടെ വിശേഷതകളുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ വിശേഷതകളുണ്ട്. അത് പറയാനും അറിയാനും നമുക്ക് അവകാശമുണ്ടല്ലോ. മറ്റുള്ളവരെ വെറുക്കണ്ട. അതിന് കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ സ്വഭാവം ബേസിക്കലി സ്പിരിച്വലാണ്. പിന്നെ പരദ്രോഹം യുഗങ്ങളായിട്ട് ചെയ്യാത്ത ഒരു സമൂഹമാണ്. അന്യദേശം കടന്നാക്രമിക്കാത്ത ദീർഘകാല ചരിത്രം ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഭാരതത്തിന് മാത്രമാണ്. ഇംഗ്ലീഷിൽ പ്രിഡേറ്ററി എന്നൊരു വാക്കുണ്ട്. പ്രിഡേറ്ററി അല്ലാത്ത സമൂഹം ഭാരത സമൂഹം. യുദ്ധം ചെയ്തിട്ടല്ല, പക്ഷെ ബൈ നേച്ചർ വി ആർ നോട്ട് പ്രിഡേറ്ററി. അങ്ങനെയുള്ളവരാണ്. രാജാക്കന്മാർ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. യുയുത്സുകളല്ല നമ്മൾ, യുദ്ധമോഹികളല്ല നമ്മൾ. അങ്ങനെ രാജ്യം രക്ഷിക്കാൻ ചെയ്തിട്ടുണ്ട്, രാജ്യവിസ്തൃതിക്ക് വേണ്ടി ചെയ്ത് കാണും. പക്ഷെ അത് ക്ഷത്രിയന്മാരുടെ സംഗതി. പക്ഷേ മനുഷ്യൻ ഒരു യുയുത്സു അല്ല, പ്രെഡേറ്ററി അല്ല അയാൾ. അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ സംഗതി വന്നപ്പോൾ പിന്നെ നമ്മുടെ ധർമ്മത്തിൻ്റെയും പാഠങ്ങളൊക്കെ കൊണ്ട് ഏറ്റവും എടുത്തു പറയുന്ന ഒരു വിശേഷത, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു വിശേഷത, ലോകത്തിൽ മുഴുവനും ആത്മചൈതന്യമുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുമതത്തിൻ്റെ പ്രഭാവം കാരണമോ ഇസ്ലാം മതത്തിൻ്റെ പ്രഭാവം കാരണമോ യഹൂദമതത്തിൻ്റെ പ്രഭാവം കാരണമോ മുഴുവൻ സൃഷ്ടിയിൽ ആത്മാവുണ്ട് എന്ന് ഈ മതങ്ങൾ വിശ്വസിക്കുന്നില്ല.
മനുഷ്യനിൽ മാത്രമേ ആത്മാവുള്ളൂ എന്നാണ് അവർ ഒറിജിനൽ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. ക്രിസ്തു മതം പിന്നീടുള്ള ബൗദ്ധമതമായിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നത് വരെ വിശ്വസിച്ചിരുന്നത് പുരുഷന് മാത്രമേ ആത്മാവുള്ളൂ, സ്ത്രീക്ക് ആത്മാവില്ല എന്നാണ്. കാരണം സ്ത്രീ ആയിട്ടുള്ള ആദമിനെ സൃഷ്ടിച്ചത് പുരുഷനിൽ നിന്നാണ്. പുരുഷൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഒരു എല്ലിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീക്ക് സോൾ, ആത്മാവില്ല, നായയ്ക്ക് ആത്മാവില്ല. നേരെ മറിച്ച് ഭാരതീയ സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് ഈ ധർമ്മപുത്രരുടെ കൂടെ സ്വർഗായത്തിൽ പോകുന്ന സമയത്ത് എല്ലാ സഹോദരങ്ങളും ഭാര്യയും മരിച്ചു കഴിഞ്ഞിട്ടും കൂട്ടുവിടാത്ത നായ, അതിനെയും കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതിനും ആത്മാവുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട്. അത് അഹം ആദിഷ്ട മധ്യഞ്ച അന്തം, സകല സൃഷ്ടിയിലും അന്തമുണ്ട്. ഈ കാഴ്ചപ്പാട് ഭാരതീയ സംസ്കാരത്തിൻ്റെതാണ്. അതുപോലെ തന്നെ സത്യത്തിലേക്ക് പോവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സത്യം കണ്ടെത്താനുള്ള ഈശ്വരപ്രസാദവും എല്ലാവർക്കും ഒരുപോലെ കിട്ടും. അതുകൊണ്ട് എൻ്റെ ഈശ്വരൻ മാത്രം ശരി, നിൻ്റെ ഈശ്വരൻ കള്ളദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരേ ഒരു സംസ്കാരം ഭാരതമാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ കീവേഡ് ഓൾസോ ആണ്. സെമിറ്റിക് മതങ്ങളുടെ കീവേഡ് ഓൺലി എന്നാണ്. അവേഴ്സ് ഇസ് ദി ഓൺലി ഗോഡ്. ആ തരത്തിലാണ് ഓൺലി. ഇവിടെ ഓൾസോ, യു ആർ ഓൾസോ കറക്റ്റ്, ഐ ആം ഓൾസോ കറക്റ്റ്. യു ആർ ഓൾസോ പ്രൊസീഡിങ് ടു ട്രൂത്ത്, ഐ ആം ഓൾസോ പ്രൊസീഡിങ് ട്രൂത്ത്. അതിനെയാണ് വാസ്തവത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുള്ള ആദരവ്, സമാദരം. യഥാർത്ഥ സെക്യുലറിസം ഇതാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ തരത്തിൽ ഒരു ഇതുണ്ട് നമുക്ക് അതിന്. അതുപോലെ തന്നെ ദയവ് എന്നുള്ളത്, ദയ, ആ ഗുണവും അത് എല്ലാ ധർമ്മങ്ങളിലുമുണ്ട്, കൾച്ചറിലുമുണ്ട്. പക്ഷേ ആ ദയവ് എന്നുള്ളതിന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലെവൽ പോലും കൊടുത്തിട്ടുണ്ട്. ദയാഭൂതേഷു, ഗീതയിൽ പോലും പറഞ്ഞിരിക്കുന്നു ദയ വാസ്തവത്തിൽ ആവശ്യമാണ്. അതെല്ലാവർക്കും ഉള്ളതാണ്, യൂണിവേഴ്സലാണ് ആ ഗുണം. അപ്പോൾ ഈ തരത്തിൽ അനവധി സ്പെഷ്യലിറ്റീസ് നമ്മുടെ ഭാരതത്തിൻ്റെ കൾച്ചറിനുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ 10-25 ക്വാളിറ്റീസ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ധാരാളം ചെറിയ 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 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ വളരെ 2 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. വളരെ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ മുഴുവൻ ഭാരതത്തിൻ്റെ, കേട്ടോ, ഞാനിപ്പോൾ ഭാരതത്തിൽ സഞ്ചരിച്ചിട്ടില്ല മുഴുവനും. നമ്മളൊരു സാധനം വിലയ്ക്ക് ചോദിച്ചിട്ട് ഒരാളെ മേടിക്കുന്നു, കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കൊടുത്തതിന് പുറമെ കുറച്ചും കൂടി കൊടുക്കും. മുഴുവൻ ഭാരതത്തിൽ ഇപ്പം നമ്മളെ തമിഴരുടെ കടയിൽ പോയിട്ട് നിലക്കടല മേടിച്ചോ, ആ വണ്ടിക്കടയിൽ പോയിട്ട് കുറച്ച് മേടിച്ചിട്ട് 2 എണ്ണമായി വീണ്ടും വിടും. അതിന് ഓരോ ദിക്കിലും ഓരോ വാക്കുണ്ട്. മുഴുവൻ ഭാരതത്തിൽ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കൊടുക്കുക. കാരണം അബദ്ധത്തിന് കുറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, വാദിക്കുകയൊക്കെ ചെയ്യും, കാലത്ത് തന്നെ വാദിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് മറുവശം പറഞ്ഞിട്ട് കൈനീട്ടമാണോ അമ്മേ, അല്ലെങ്കിൽ കൈനീട്ടമാണോ സാറേ എന്ന് പറഞ്ഞാൽ വാദം നിന്നു ഉടനെ എടുത്തു കൊടുക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടിയാലും അവൻ്റെ ജീവിതം ഇന്ന് നന്നാവട്ടെ. എനിക്ക് തോന്നുന്നു അയാൾ കൂടുതലും മേടിക്കുന്നു എന്ന്. പക്ഷെ കൈനീട്ടമല്ലേ, പോട്ടെ, നന്നാവട്ടെ, ഇതാണ്. അപ്പോൾ മറ്റുള്ളവൻ നന്നാവണം. ചൂഷണം എന്നുള്ളത് വാസ്തവത്തിൽ തീരെയില്ല. അതുകൊണ്ട് ചൂഷണം എന്നുള്ളതിന് സംസ്കൃതത്തിൽ ശരിക്കുള്ള വാക്കില്ല. ഉണപ്പിക്കുക എന്നുള്ളതിന് വാക്കുണ്ട്, ശോഷണം. പക്ഷേ എക്സ്പ്ലോയിറ്റ് എന്നുള്ളതില്ലേ, കറക്റ്റ് അർത്ഥം വാസ്തവത്തിൽ വരുന്നില്ല അതിൽ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ തരത്തിൽ അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ, മുഴുവൻ ലോകത്തിൽ സ്ത്രീകളെ പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി വീക്ഷിക്കുന്ന ഭാഗം നമുക്കുണ്ട്.
അതുകൊണ്ട് സ്ത്രീകളെന്ന് പറയുമ്പോൾ സൃഷ്ടി സംബന്ധമായിട്ടൊരു പരാശക്തിയുടെ സിമ്പിളാണ് അവർ. അപ്പോൾ സൃഷ്ടിയെ ആദരിക്കുന്ന തരത്തിൽ അവരെ ആദരിക്കേണ്ടി വരും. അതുകൊണ്ട് സൃഷ്ടി നടക്കുന്ന ദിക്കിലെല്ലാം നമ്മൾ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങി. മാതൃസങ്കല്പം അതിൽ. അതുകൊണ്ട് നമ്മളിവിടെ നോക്കിക്കോളൂ, ജാതിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഉയർന്ന ജാതി താഴ്ന്ന ജാതിയുള്ള സമൂഹത്തിൽ പോയാലും അവിടെ പണിയെടുക്കുന്ന സ്ത്രീയെ തള്ള എന്ന് വിളിക്കുന്നു. അമ്മ എന്ന് വിളിക്കാൻ അവർക്കൊരു മടി ആയിക്കോട്ടെ. പക്ഷേ എന്താ തള്ള എന്ന് ചോദിക്കൂ. തള്ളാൻ ചില അർത്ഥം എന്താ? അതും അമ്മ എന്നല്ലേ ശരിക്കും. ഏതെങ്കിലും ഒരു ദിക്കിൽ നമ്മൾ പോകുന്നു, എന്നിട്ട് അവിടെ ഒരു സ്ത്രീ ഉണ്ടോ എന്നറിയണം. അപ്പോൾ ഇവിടെ അമ്മയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അതിൽ. അപ്പോൾ ഉണ്ടോ എന്ന് പറയും. അപ്പോൾ അമ്മ എന്നുള്ള സങ്കല്പം വാസ്തവത്തിൽ ഭാരതത്തിലെ എല്ലാ ദിക്കിലും ഉണ്ട്. ആ കൾച്ചറൽ വാല്യൂ ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ വന്ന സമയത്ത് അവർക്കും ഉണ്ട്. ഇവിടെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾ വന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ത്രേസ്യാമ്മ, അന്നമ്മ, മറിയമ്മ, ഈ വാക്കുകൾ എന്താ പറയണത്? അവിടെയും അമ്മ എന്ന് വന്നില്ലേ വാസ്തവത്തിൽ. അപ്പോൾ ഭാരതത്തിൻ്റെ സ്വഭാവമാണ് വാസ്തവത്തിൽ ഈ തരത്തിൽ. പഴയ ആളുകൾക്കറിയാം സഖാവ് ഗൗരി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് പ്രായമായി കഴിഞ്ഞപ്പോൾ സഖാക്കൾ പോലും അവരെ ഗൗരിയമ്മ എന്ന് വിളിച്ചു തുടങ്ങി. ഭാരതത്തിന് മറിച്ച് സാധ്യമല്ല അതിൽ. അത് ഭാരതത്തിൻ്റെ ഒരു വിശേഷതയാണ്. പിന്നെ എന്തും നമ്മൾ നല്ല അർത്ഥത്തിൽ നോക്കണമെന്ന് പറഞ്ഞില്ലേ, അതനുസരിച്ചിട്ടുള്ള ഫ്രേസസ് ഭാരതത്തിൽ വന്നു. ഞാനിപ്പോൾ 2 ഫ്രേസിനെ കുറിച്ച് പറയാം. 2. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച ആളുകളാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ വന്നു തിരിക്കട്ടെ. ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും അറിയാം, സാമാന്യം നല്ലപോലെ അറിയാം. അങ്ങനെയുള്ളവരുടെ പെട്ടെന്നൊരാൾ വന്നാൽ ഉടനെ തന്നെ പറയും, ഓ തിങ്ക് ഓഫ് ദ ഡെവിൾ ദെയർ ഇറ്റ് ഈസ് എന്ന് പറയും. അയ്യോ ചെകുത്താനെ കുറിച്ച് ചിന്തിച്ചു, അതെത്തി സാധനം എന്നാണ് അർത്ഥം. തിങ്ക് ഓഫ് ദി ഡെവിൾ ദെയർ ഇറ്റ് ഈസ് എന്ന്. ഇത് പച്ച മലയാളത്തിൽ ചിന്തിക്കണം, ഇംഗ്ലീഷ് അറിയാത്ത തരത്തിൽ. പെട്ടെന്നൊരാളെത്തി, അയ്യോ 120 ആയുസ് എന്നാ പറയാം. 120 ആയുസ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ ചെകുത്താനായവൻ, ഭാരതീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ 120 ആയുസ്സായി. എന്താ വ്യത്യാസം? ഈ വ്യത്യാസത്തിൻ്റെ അളവെന്ത്? മനുഷ്യനെ കുറിച്ച് നല്ലത് ചിന്തിക്കാം. അതിൽ കേരളത്തിൽ 120 കേട്ടോ. ഭാരതത്തിൽ മറ്റൊരു ദിക്കിൽ പറഞ്ഞാൽ 100 എന്നാ പറയാം അവർ. എന്തായാലും ശരി 100 ആണല്ലോ. 100 120 ആയി. അതിൽ തിങ്ക് ഓഫ് ദ ഡെവിൾ ആൻഡ് ശതായു ഭവ. ഈ വ്യത്യാസം ഈ കൾച്ചറിൻ്റെ വ്യത്യാസമാണ് ശരിക്കും. കൾച്ചർ അതുപോലെ നമുക്ക് ഇവിടെ നോക്കിക്കോളൂ. വീട്ടമ്മ. നമ്മളൊരു വീട് നോക്കുന്ന ഒരു സ്ത്രീക്ക് വീട്ടമ്മ എന്നാണ് പറയുക. അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴോ വീട്ടു ഭാര്യ എന്നായി, ഹൗസ് വൈഫ് എന്നായി. അപ്പോൾ ഇവിടെ അത് പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തിരിക്കട്ടെ, അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടു ഭാര്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ എന്നയാൾ ചോദിക്കും അതിൽ. അപ്പോൾ ഇവിടെ വീട്ടമ്മയാണ് ഹൗസ് വൈഫ്. അതിൽ കുഞ്ഞിൻ്റെ അമ്മ. അതിൽ ഏത് സമയത്തും സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ പോകുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഞാൻ സാധാരണ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീമതിയെയും കൂടി കാണണം. അപ്പോൾ ശ്രീമതി ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കാറില്ല. കുട്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇയാളുടെ അമ്മയില്ലേ വിളിക്കാമെന്നാണ്, നമുക്ക് ബുദ്ധിമുട്ടേ ഇല്ല. ഇപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയിരിക്കട്ടെ, ഓ ഇയാളുടെ അമ്മയില്ലേ എന്ന് ചോദിച്ചാൽ ഒരു ആപത്തുമില്ലല്ലോ. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെരുമാറാൻ സാധിക്കും. വീടുകളിൽ പോയാൽ പെരുമാറാനും കൂടി നമുക്ക് വളരെ നല്ലപോലെ സാധിക്കും. അപ്പോൾ ഈ തരത്തിലെ ഫ്രേസസ് പോലും നമ്മുടെ സൊസൈറ്റിയിൽ ധാരാളം ഫ്രേസസ് പോലും ഇതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ.
അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഈ കൾച്ചർ ഉത്ഭവിച്ചു, ആ കൾച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്ത്, അത് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം നമ്മുടെ സൊസൈറ്റിയിൽ എന്ത്, ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചില സ്പെഷ്യലിറ്റീസ് എന്ത് കൾച്ചറിൻ്റെ, അതിൻ്റെ ഏതാണ്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചേക്കൂ. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ എനിക്ക് വിഷമമാണ്. എനിക്കതിനെക്കുറിച്ച്, കാരണം എനിക്ക് തോന്നുന്നത് സ്പിരിച്വൽ അർത്ഥം ഉണ്ടാവും എന്തെങ്കിലും, അതിനെക്കുറിച്ച് ഞാൻ അത്ര ചിന്തിച്ചിട്ടുമില്ല. അതിൽ അകൃതി എന്ന് വെച്ചാൽ സാധാരണ വാക്കിൻ്റെ അർത്ഥം ഒരു നോൺ ആക്ഷൻ എന്ന് പറയാൻ സാധിക്കും. അതിൽ അകൃതി എന്ന് വെച്ചാൽ, പ്രകൃതി വെച്ചാൽ ഒരു ഇന്നേറ്റ് ആക്ഷൻ, സുകൃതി എന്ന് വെച്ചാൽ നല്ല ആക്ഷൻ, മറ്റത് ബാഡ് ആക്ഷൻ, ഇൻആക്ഷൻ, നോ ആക്ഷൻ. അതിൽ അകർമ്മണ്യത എന്ന് പറയുന്നത് പോലെ എടുക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വിഷയവുമായിട്ട് അത് ബന്ധപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ രണ്ട് വാക്കുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതാണ്ട് അതെടുത്ത അവിടെ അങ്ങനെ എടുക്കാനേ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചില ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, ഭഗിനി നിവേദിത, വിവേകാനന്ദൻ്റെ ശിഷ്യയായ നിവേദിത, അവർ പറയുന്നുണ്ട് ഭാരതം മുഴുവനും കണ്ടിട്ട് ഇപ്പോൾ ഈ അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടം ഭാരതത്തിലായിരുന്നുവെന്നുണ്ടെങ്കിൽ അത് നിരുപമായ തീർത്ഥസ്ഥലമായി കണക്കാക്കപ്പെട്ടേനെ എന്ന് പറയുന്നുണ്ട് അവർ. വാസ്തവത്തിൽ ശരിയല്ലേ? ഈ നയാഗ്ര എന്നുള്ള ഫോൾസ് ഉണ്ടല്ലോ, അത് കാനഡയുടെയും USA-യുടെയും ഇടയിലുള്ള ഭാഗത്താണല്ലോ. ആ നയാഗ്ര ഫോൾസ് ഭാരതത്തിലായിരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ ബദരി അല്ലെങ്കിൽ അതുപോലത്തെ അമർനാഥ് പോലെ ആയി മാറിയേനെ. അതാണ് ഭാരതീയ കാഴ്ചപ്പാട് എന്ന് വാസ്തവത്തിൽ അവർ പറയുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാണെന്ന് നോക്കിക്കോളൂ. പിന്നെ രണ്ടാമത്തത്, നമ്മളിപ്പോൾ എന്തു പറയുമ്പോഴും നമ്മുടെ ഈ സെക്കുലറിസ്റ്റ്, ആൻറ്റി സെക്കുലറിസ്റ്റ് ആണെന്ന സംഘത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകളാണെങ്കിലും ശരി, അവർ ഈ പിൽഗ്രിം ടൂറിസം എന്നൊരു സാധനം ഭാരതത്തിൽ മാത്രമല്ല നടപ്പാക്കാൻ സാധിക്കൂ. എന്താ അതിൻ്റെ അർത്ഥം? പിൽഗ്രിം ടൂറിസം എന്ന് വെച്ചാൽ ഗവൺമെൻറ് അറേഞ്ച്ഡ് പിൽഗ്രിമേജ് സൗകര്യങ്ങൾ എന്നല്ല അർത്ഥം. അപ്പോൾ ഈ പിൽഗ്രിമേജസിനെ നോക്കുന്ന കാഴ്ചപ്പാട്, അത് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഏത് ദിക്കിലാണെങ്കിലും നമുക്കതിൽ നിന്ന് ഒഴിയാൻ സാധ്യമല്ല. അതിൽ ആർക്കാണെങ്കിലും ഒഴിയാൻ സാധ്യമല്ല. നമുക്ക് താനെ അവിടെ പോകാനായിട്ട് തോന്നും. അതിൽ ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ പോയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആപത്ത് പറ്റി ഇയാൾക്ക്, നമ്മുടെ പേര് കേട്ട ആക്ടറുണ്ടല്ലോ അമിതാഭ്, എന്നിട്ട് അവിടെ വെച്ചിട്ട് ആരോ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ശബരിമലയിലെത്തി. ശബരിമലയായിട്ട് യാതൊരു ബന്ധവുമില്ല, ആക്സിഡൻ്റ് ആയിട്ടും അത് നാട്ടുകാരൻ, പക്ഷെ അവിടെ എത്തി. അതൊരു പിൽഗ്രിമേജ് മനസ്ഥിതി ഭാരതത്തിൽ എല്ലാവർക്കും ഉണ്ട്, സകല ദിക്കിലുണ്ട്. അത് അപ്പോൾ ഇങ്ങനെ പല വിശേഷതകളുണ്ട് അതിൽ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ശരി, അത് എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ അതിൽ. കാരണം വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഗുരുവിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു
പ്രത്യേക ഒക്കേഷൻ്റെ അടിസ്ഥാനത്തിലല്ല, കോൺസെപ്റ്റാണ്. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ കോൺസെപ്റ്റുവലാണ്. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ വളർന്നു വരുന്ന തലമുറയെ വളർത്താൻ ചുമതലപ്പെട്ട ഒരാൾ, ആ ചുമതല നല്ലപോലെ നിർവഹിക്കുന്ന ഒരാൾ എന്നാണ്. പ്യുവർലി ഇംപേഴ്സണൽ, ഒരു സംഭവമായിട്ട് ബന്ധമില്ല. അതൊരു എറ്റേർണൽ ട്രൂത്താണ് അതിൽ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അച്ഛൻ, അമ്മ, അച്ഛൻ, ഗുരു, അതിൽ സ്വാഭാവികമായിട്ട് നോക്കിക്കോളൂ. ഞാൻ ആദ്യം പറഞ്ഞ തരത്തിൽ പിന്മാറാൻ തയ്യാറാവണം. ഒരു സംഭവവുമായിട്ട് ഇതിന് ബന്ധപ്പെടുത്തരുത്. ഒരു നേച്ചേഴ്സ് വർക്ക് എന്ന നിലയ്ക്ക് എൻ്റെ അമ്മ പ്രസവിച്ചു. പിന്നീട് ഞാൻ കാണുന്നത് മുഴുവനും ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ എനിക്കെൻ്റെ അമ്മയാണ്. ആ അമ്മയാണ് പിന്നെ ഓരോരുത്തരെ കളിച്ചിട്ട് വിളിപ്പിക്കണതെല്ലാം. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഡ്രസ്സ് കൊണ്ട പുരുഷ വിഭാഗം കാണുന്നു. അപ്പോൾ എല്ലാ പുരുഷന്മാരും എനിക്കൊരുപോലെയാണ്. അപ്പോഴാണ് അമ്മ പറയണത്, ഇത് അച്ഛൻ, ഇത് കൊച്ചച്ഛൻ, ഇത് അമ്മാവൻ എന്ന് പറയുന്നു. ആ സമയം മുതൽ അമ്മയാണ് എന്നെ ലോകത്തിൽ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഗുരു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പിതാവ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടു പേരും എൻ്റെ ലൈഫായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഞാൻ ഏത് സൊസൈറ്റിയിൽ ജനിക്കുന്നു, ആ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് ഞാനായിട്ട് ബന്ധമില്ലെങ്കിലും എന്നെ ലോകത്തിലെ ഒരാളായിട്ട് മാറ്റുന്നത് ആദ്യം ആരാ? ഗുരു. അപ്പോൾ ആ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാനീ പറയുന്നത് പോലെ റിഫൈനറി. ഗുരു വെച്ചാൽ ഇരുട്ട് അകറ്റുന്നവൻ എന്നാണ് അർത്ഥം. അതിൽ ഗു എന്ന് വെച്ചാൽ ഇരുട്ട്, രു എന്ന് വെച്ചാൽ മാറ്റുന്നവൻ. അപ്പോൾ ഇരുട്ടകറ്റുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഇരുട്ടകറ്റുന്നവൻ എന്ന് പറയാൻ എന്താ കാരണം? അവിടെയും നമ്മുടെ ഫിലോസഫി പറഞ്ഞു, ഗുരു നമുക്കൊന്നും തരുന്നില്ല. വാസ്തവത്തിൽ ഗുരു വേണ്ടാത്ത ഇരുട്ട് മാറ്റിയാൽ പിന്നെ നമുക്കുള്ളിലുള്ള പ്രകാശം തെളിയുന്നു. അത് ഗുരുവാണ് അതിന്. അതുകൊണ്ട് ഗുരുവാണ് ദൈവതുല്യൻ എന്ന് പറയുന്നു അതിന്. ഇത് കോൺസെപ്റ്റുവലി നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ ഈ കോൺസെപ്റ്റ്സിന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചരിത്രത്തിൽ പല സംഭവങ്ങൾ വരുമ്പോൾ അത് മുഴുവനും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പ്രത്യേകത ഉണ്ടാവും. ഈ അടിസ്ഥാനത്തിൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് കടന്നു വരുന്നു. അപ്പോഴാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കേണ്ടി വരുന്നതും ഈ തരത്തിൽ വരുന്നതും. അപ്പോൾ രണ്ടിനെയും രണ്ടായിട്ട് കാണാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതാണ്.